അനുമോളെ ഒറ്റ വരിയിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറയും? മിടുക്കി. കള്ളത്തരം കാണിച്ചാലും ഡ്രാമ നടത്തിയാലും അൾട്ടിമേറ്റ്ലി ഒറ്റ വരിയേ ഉള്ളൂ, മിടുക്കി. ബിഗ് ബോസിന്റെ വിന്നിങ് എമൗണ്ടും കാറും ഒക്കെ കഴിയുമ്പോൾ ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഫണ്ടായി കയ്യിലിരിക്കും. ഇറങ്ങി കഴിഞ്ഞുള്ള ഉദ്ഘാടനങ്ങൾ വേറെ അല്ലേ? അത് വേറെ. ഇവനെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു. ചോദ്യം ചെയ്യണം. ഞാൻ ഒരിക്കലും വേടൻ അവാർഡ് കൊടുക്കുന്നതിൽ ഒരിക്കലും എതിർപ്പ് ഞാൻ പറയത്തില്ല. വേടൻ നിങ്ങൾ അവാർഡ് കൊടുത്ത ഒരു പ്രശ്നമില്ല. പക്ഷേ എന്തിനാണ് അർഹതപ്പെട്ട, പ്രത്യേകിച്ച് ആ സിനിമയിൽ മഞ്ജു പിള്ളയ്ക്കും ഇന്ദ്രൻസിനും ഏതെങ്കിലും രീതിയിൽ അവാർഡ് കിട്ടാൻ അർഹതയുള്ള ഒരു സിനിമയായിരുന്നു. വലിയ രീതിയിൽ OTT ഇറങ്ങി പ്രേക്ഷകർക്കിടയുടെ അസാധ്യ പെർഫോമൻസ്, രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. രണ്ടുപേരുടെ. ദിലീപേട്ടൻ്റെ വിഷയത്തിൽ ഇവരെടുത്തിട്ടപ്പം ദിലീപ് ആരെയും പീഡിപ്പിച്ചിട്ടുള്ള ആളല്ല. ദിലീപ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞൊരു ക്രിമിനൽ പറഞ്ഞ മൊഴിക്കപ്പുറത്തേക്ക് ദിലീപുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഒരു കുന്തവും ഇല്ല. എപ്പോഴും ഈ അവാർഡുകൾ പലതും രാഷ്ട്രീയ പ്രേരിതമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രേരിതം എന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു ആരോപണമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലു അർജുനന് എന്തിനാണ് നാഷണൽ അവാർഡ് കൊടുത്തത് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്ത് മണ്ണാങ്കട്ട അവസാന ആക്ടർ ചെയ്തു വെച്ചിട്ടാണ് അല്ലു അർജുന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് എനിക്കറിയില്ല. ഇവിടെ സജി ചെറിയാൻ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു, വേടന് പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തു എന്നുള്ളത്. പക്ഷെ വേടൻ പറയുന്ന അങ്ങനെ ഒരു സാധനം പറഞ്ഞില്ല എന്നുള്ളത് തിരുത്തൽ വന്നു. വേടൻ അതിനെ എതിർത്തു, പാട്ടിലൂടെ മറുപടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേടന് മനസ്സിലായി അതൊരബദ്ധമാണ്, അതിലൂടെ തനിക്കൊരു എതിർപ്പുണ്ടാകും. അവിടെ ഒരു നിലപാടില്ലായ്മയുടെ പ്രശ്നമുണ്ട്. അന്നേരത്തെ ആ വിഷയത്തിൽ ഉണ്ണി സംസാരിച്ചു, വളരെ പോസിറ്റീവായിട്ട് പോയി സായിയായിട്ട് സംസാരിച്ചു അവർ തമ്മിൽ. എന്നിട്ട് ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞു, ഇവരിപ്പോൾ ഇതെല്ലാം പറയും, കാറി കയറുമ്പോൾ ഇവ ഡയലോഗ് മാറ്റുവേ. വേടനെ ആദരിക്കുകയും വേടനെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതിനകത്തുള്ള യുക്തിയില്ലായ്മ നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രാഹുലിനെ തള്ളി പറഞ്ഞു, വേടനെയും തള്ളി പറഞ്ഞു, വിജയബാബുവിനെയും തള്ളി പറഞ്ഞു, ദിലീപിനെയും തള്ളി പറഞ്ഞു. കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. ബെസ്റ്റ് വരികൾക്ക് വേടൻ അവാർഡ് കിട്ടി. വേടൻ എന്തിന് അവാർഡ് എന്നുള്ള സാധനമായിരുന്നു. കഴിഞ്ഞ അവാർഡുകളിലെ എല്ലാ കാലവും അവാർഡിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വിയോജിപ്പുകൾ ഉണ്ടാവാറ്. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് കേട്ടൊരു സാധനം വേടൻ എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു, അതിന് അനുയോജ്യനായിരുന്നു എന്നുള്ള സംഭവം. അപ്പോൾ ആ വരികൾ എടുത്തു വെച്ചുകൊണ്ടായിരുന്നു പലപ്പോഴും ഇതാക്കിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു? അല്ല, അത് ഇപ്പം നാഷണൽ അവാർഡുകൾ പലതും ഇതുപോലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മുടെ തിലകൻ ചേട്ടനെ വെട്ടി രാജീവ് ഗാന്ധിയുടെ ഒപ്പം പഠിച്ചു എന്നൊരു കാരണം കൊണ്ടും സുഹൃത്താണെന്നുള്ള കാരണം കൊണ്ടും അമിതാഭ് ബച്ചന് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട്, മികച്ച നടനുള്ള നാഷണൽ. പെരുന്തച്ഛന് കൊടുക്കാതെ അമിതാഭ് ബച്ചന് കൊടുത്തപ്പോൾ ഉള്ള ഒരു കാരണം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വന്നൊരു കോളാണ് പിന്നീട് ആ തീരുമാനം മാറുന്നതെന്ന് പിന്നീടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ അവാർഡുകൾ പലതും രാഷ്ട്രീയ പ്രേരിതമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രേരിതം എന്നത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു ആരോപണമായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലു അർജുനന് എന്തിനാണ് നാഷണൽ അവാർഡ് കൊടുത്തത് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. എന്ത് മണ്ണാങ്കട്ട അവസാന ആക്ടർ ചെയ്തു വെച്ചിട്ടാണ് അല്ലു അർജുന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് എനിക്കറിയില്ല. അപ്പം അത് നമ്മൾ ആ വിഷയത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സജി ചെറിയാൻ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു, വേടന് പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തു എന്നുള്ളത്. പക്ഷെ വേടൻ പറയുന്ന അങ്ങനെ ഒരു സാധനം പറഞ്ഞില്ല എന്നുള്ളത് തിരുത്തൽ വന്നു. വേടൻ അതിനെ എതിർത്തു, പാട്ടിലൂടെ മറുപടി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേടന് മനസ്സിലായി അതൊരബദ്ധമാണ്, അതിലൂടെ തനിക്കൊരു എതിർപ്പുണ്ടാകും. അവിടെ ഒരു നിലപാടില്ലായ്മയുടെ പ്രശ്നമുണ്ട്. അപ്പം കാര്യം നിലനിൽപ്പ് അവിടെ ശരിക്കും വേടൻ്റെ വരികളായിരുന്നു പ്രശ്നം, അതോ വേടനെ ഈ അടുത്ത് വന്നിട്ടുള്ള കേസുകളായിരുന്നു പ്രശ്നം? ഞാൻ പക്ഷേ അതിനകത്തൊരു വിഷയത്തിൽ പറയുന്നത് വേടൻ അവാർഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലകളിൽ പലരെയും പരിഗണിച്ചില്ല? നിങ്ങൾ വേടന് കൊടുത്തോ. നിങ്ങൾക്ക് വേടൻ്റെ ഇപ്പം പുതുതലമുറയെ ആകർഷിക്കണം, പുതുതലമുറയ്ക്ക് വേണ്ട വരികളാണെന്ന്. കാര്യം ഈ ജൂറി ചെയർമാൻ എന്ന് പറയുന്ന ഒരാളുടെ വിവേചനത്തിലാണല്ലോ ഇതൊക്കെ നിൽക്കുന്നത് കൂടുതലും. അയാൾക്ക് അതായിരിക്കും ഇഷ്ടം. ഇപ്പം നമ്മൾക്ക് കണ്ടിഷ്ടപ്പെടുന്ന ഒരു സാധനം വേറൊരാൾക്ക് കാണുമ്പോൾ മോശമെന്ന് തോന്നും. അപ്പം നമുക്ക് വ്യത്യസ്ത ഇഷ്ടങ്ങളാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ അതേ കണക്ക് പ്രകാശ് രാജിന് ഇഷ്ടപ്പെടുന്നത് ആ വരികളായിരിക്കാം. അയാൾക്ക് തോന്നിക്കാണും ഇത് കൊടുക്കണം. കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, പാർട്ടിക്ക് അനുകൂലമാവുന്ന ഒരു അന്തരീക്ഷം വേടനിലൂടെ പുതിയ തലമുറയിലൂടെ നമുക്ക് ആകർഷിക്കാന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ചേർത്തേക്കുന്ന ഒരു കാര്യമുണ്ട്, ഹോം സിനിമയ്ക്ക് വന്ന സമയത്ത് ഇതേ ഒരു പരാതി കൊടുക്കാൻ നിർവാഹമില്ലാന്നുള്ളതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും വേടൻ അവാർഡ് കൊടുക്കുന്നതിൽ ഒരിക്കലും എതിർപ്പ് ഞാൻ പറയത്തില്ല. വേടൻ നിങ്ങൾ അവാർഡ് കൊടുത്ത ഒരു പ്രശ്നമില്ല. പക്ഷേ എന്തിനാണ് അർഹതപ്പെട്ട, പ്രത്യേകിച്ച് ആ സിനിമയിൽ മഞ്ജു പിള്ളയ്ക്കും ഇന്ദ്രൻസിനും ഏതെങ്കിലും രീതിയിൽ അവാർഡ് കിട്ടാൻ അർഹതയുള്ള ഒരു സിനിമയായിരുന്നു. വലിയ രീതിയിൽ OTT ഇറങ്ങി പ്രേക്ഷകർക്കിടയുടെ അസാധ്യ പെർഫോമൻസ്, രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. രണ്ടുപേരുടെയും, മഞ്ജു ചേച്ചിയുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം ഗംഭീരമായിരുന്നു. അപ്പോൾ ആ സിനിമയെ പരിഗണിക്കാതിരുന്ന ഇവർ അന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, വിജയബാബുവിനെതിരെ കോടതി ജാമ്യം പോലും കൊടുത്തു.
ദിലീപേട്ടൻ്റെ വിഷയത്തിൽ ഇവരെടുത്തിട്ടപ്പം ദിലീപ് ആരെയും പീഡിപ്പിച്ചിട്ടുള്ള ആളല്ല. ദിലീപ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞൊരു ക്രിമിനൽ പറഞ്ഞ മൊഴിക്കപ്പുറത്തേക്ക് ദിലീപുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഒരു കുന്തവും ഇല്ല. വേടൻ്റെ വിഷയത്തിൽ 3 പെൺകുട്ടികൾ റേപ്പ് എന്ന് പറഞ്ഞ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിലെ സത്യാവസ്ഥയൊക്കെ മാറ്റി വയ്ക്കാം, പക്ഷെ പരാതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓൾറെഡി കഞ്ചാവ് 2 പ്രാവശ്യം കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റിലായിട്ടുണ്ട്. ഒരു പുലി നഖവുമായി ബന്ധപ്പെട്ട് അത് പിന്നെ പോട്ടെ, അത് ഇല്ലാത്തൊരു ആരോപണമാണ്. ഞാൻ ആ സമയത്ത് ആ വിഷയത്തിൽ അയാൾ അനുകൂലിച്ചതുമാണ്. പക്ഷേ റേപ്പ് നേരിട്ട് ചെയ്തതാണ്. ഒരു പെൺകുട്ടിയല്ല, 1-ലധികം പെൺകുട്ടികൾ പരാതി കൊടുത്താണ്. അപ്പോൾ അത് ഈ സർക്കാർ മറ്റേ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, അയാൾക്കൊപ്പം വേദി പങ്കിടാൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടി പോലും പരാതി കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വഴിയിലെല്ലാം നടന്നെന്ന് അറിയുമോ? ഒരു നിയമപരമായ ഒരു പ്രശ്നവും ഇല്ലാത്ത വെറും ഒരു ആരോപണം മാത്രമായിട്ട് ഏറിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ രാഹുലിനെ തടയുകയും വേടനെ ആദരിക്കുകയും വേടനെ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതിനകത്തുള്ള യുക്തിയില്ലായ്മ നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രാഹുലിനെ തള്ളി പറഞ്ഞു, വേടനെയും തള്ളി പറഞ്ഞു, വിജയബാബുവിനെയും തള്ളി പറഞ്ഞു, ദിലീപിനെയും തള്ളി പറഞ്ഞു. ഇത് ശരിക്കും ഒരു പാർഷ്യാലിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആരോപണ വിധേയരൊക്കെ വേദികളിൽ, പൊതുവേദികളിൽ വരാറുണ്ട്, അതിഥികളായി വരാറുണ്ട്. ഇപ്പോൾ അടുത്താണെങ്കിൽ ഒരു രാഹുൽ മാങ്കൂട്ടർ കേസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുന്നൊരു വേദിക്ക് വരുന്ന സമയത്ത് പ്രതിനിധി ഇറങ്ങിപ്പോകുന്ന സ്ത്രീ പ്രതിനിധി ഇറങ്ങിപ്പോകുന്നൊരു വിഷ്വൽ കണ്ടിരുന്നു. അതുമായി ബന്ധം വെറും ഷോ മാത്രമാണ്. ഒരു പ്രദേശത്തെ ഒരു MLA നിയമപരമായിട്ട് ഒരു കേസിലും പ്രതിയല്ലാതിരിക്കുന്നിടത്തോളം കാലം അയാൾക്കൊപ്പം വേദി പങ്കിടുന്നതിൽ എന്താണ് തടസ്സം? ഇനി കേസിൽ പ്രതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവിടുത്തെ മന്ത്രിമാർ AK ശശീന്ദ്രനെതിരെ ഇത് കണക്കുള്ള പ്രശ്നം വന്നില്ല, അയാൾ മിനിസ്റ്ററായിട്ടിരുന്നില്ലേ? അപ്പം പുള്ളി ആരെങ്കിലുമൊക്കെ ബഹിഷ്കരിച്ചു. ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് വലിയ മോശം പ്രവൃത്തിയായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആരെയായാലും നമ്മൾ ബഹിഷ്കരിക്കാനൊന്നും പാടില്ല, ആരോപണം തെളിയിക്കപ്പെടുന്നത് വരെയും. ആരോപണം തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കോൺഗ്രസ് സീറ്റ് കൊടുക്കാതിരിക്കുക, പിന്നെ അയാൾ MLA ആവില്ലല്ലോ. ഇനി അയാളങ്ങ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ച് MLA ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റു, കാര്യം ജനങ്ങളല്ലേ അയാളെ ജയിപ്പിച്ചത്. ആൻഡ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ അടുത്ത കാലത്ത് വരെ ഒരു റിവ്യൂവറായിട്ട് ഒരു വ്ളോഗിലെ ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയായിട്ട് പോലും അതിലേക്ക് മുതിർന്നിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് അതിന് ഭയങ്കര സ്വീകാര്യത കിട്ടുന്നു. പ്രത്യേകിച്ച് BBയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മലയാള വാക്കുകളൊക്കെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ അടുത്ത് ഒരു ചാനൽ പ്ലാറ്റ്ഫോമിൽ ഇനി കാണാൻ പറ്റും, ഒരു ഷോയുടെ അണിയറ പ്രവർത്തനത്തിലാണ്, അതിൻ്റെ പണിപ്പുരയിലാണെന്ന് പറഞ്ഞു. ശരിക്കും എന്താ പരിപാടി? ഇത് ഒരു 2-3 മാസമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ നമ്മുടെ കഴിവ് തിരിച്ചറിയാതെ നമ്മളിങ്ങനെ മറ്റു പല കാര്യങ്ങളും പ്രൊഫൈലിന് വേണ്ടിയിട്ടായാലും വേറൊന്നിന് വേണ്ടിയിട്ടായാലും നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. നന്നായിട്ട് പച്ചക്കറി അവിയൽ ഉണ്ടാക്കാൻ അറിയാവുന്നവൻ പോയി ബീഫ് കറി വെക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അയാൾക്ക് മനോഹരമായ പച്ചക്കറി ഉണ്ടാക്കി സമൂഹത്തിന് കൊടുക്കാം എന്ന് പറയുന്ന കണക്ക് എനിക്ക് ഒരു വിഷയത്തെ അനലൈസ് ചെയ്യാനും ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവാണ് ദൈവം തന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു നമ്മളിത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതാകുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ മതി. അപ്പം യൂട്യൂബ് ആയാലും ഇനി സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അതിന് മറ്റൊരു പ്ലാറ്റ്ഫോം വരും. കാര്യം എന്തായാലും സമൂഹത്തോട് സംവദിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെ എനിക്ക് വേണ്ട രീതി മനോഹരമായിട്ട് ഉപയോഗിച്ചാൽ ഫീൽഡ് ഔട്ടായി വർക്കൊന്നും ഇല്ലാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം പേയ്മെൻ്റ് ഒക്കെ കിട്ടും. കഴിഞ്ഞ മാസം പേയ്മെൻ്റാണ് യൂട്യൂബിൻ്റെ മാത്രം തുടങ്ങി വെച്ചിട്ടുള്ളൂ. തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എത്തരത്തിലുള്ളൊരു ചാനലായിരിക്കും? യൂട്യൂബ് ചാനലിലൂടെ തന്നെയായിരിക്കുമോ? ഞാനൊരു ഷോ ആണ് നമ്മളൊരു ഫസ്റ്റ് ക്ലാപ്പ് എന്ന് പറയുന്ന ആദ്യത്തെ കയ്യടി, ലൈഫിൽ ആദ്യം കിട്ടിയ കയ്യടിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവതാരകൻ്റെ റോളിലായിരിക്കും ഇത്? ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ആദ്യം നമ്മുടെ മൂവി വേൾഡിലെ അൻഷാദിക്കൊക്കെ ഇൻഷാദ് അവരൊക്കെ ഞാനിട്ട് സംസാരിച്ചത് എനിക്ക് മാസം വലിയൊരു എമൗണ്ട് ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രോഗ്രാംസുകളുടെ തിരക്കാണ്. ഞാനിപ്പം ഇപ്പം ഇന്നിപ്പോൾ നാളെ ഞാൻ വാഗമൺ ഒരു ഷൂട്ടിന് പോവാണ്. നാളെ മറ്റന്നാൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഫോറം മാളിൽ പ്രോഗ്രാം, പിറ്റേന്ന് രാവിലെ തൃശ്ശൂർ, അവിടുന്ന് നേരെ കാലിക്കട്ട്, 15ഉം 16ഉം കാലിക്കട്ട്, പിന്നെ 18 വയനാട്ടിൽ, 19-ാം തീയതി മൈജിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 19-20 വീണ്ടും വയനാട്ടിൽ, 23-ന് ചവറയിൽ കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിന്റെ പ്രോഗ്രാം തിരിച്ച് വീണ്ടും. ഇത് ഉസ്താദ് ഹോട്ടലിലെ മാമുക്കായി പറഞ്ഞ പോലെ ഇത് എഴുതി വെക്കുന്നു വേണ്ടേ, ചായ 10 കടി. അപ്പോൾ ഇത് ഞാനിങ്ങനെ എല്ലാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റേതും ഇങ്ങനെ കാണിക്കാനും ചിലപ്പോൾ നിൽക്കത്തില്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പങ്കെടുക്കുന്ന പരിപാടി ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രത്യേക പേയ്മെൻറ്റ് പറയുമ്പോൾ മാത്രമേ ആ പർട്ടിക്കുലർ പരിപാടി ഞാൻ ഇൻസ്റ്റയിൽ എടുത്തുള്ളൂ.
അല്ലെങ്കിൽ ഞാനത് പങ്കെടുക്കുന്നു, ഞാൻ പോകുന്നു, അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ മേടിക്കുന്നു, തിരിച്ചു വരുന്നു. അവർക്കത് പബ്ലിസിറ്റി ആക്കേണ്ട പരിപാടി പബ്ലിസിറ്റി ആക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ ഫസ്റ്റ് വീക്ക് ദുബായിക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ പിന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കിടക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പ്രാക്ടീസ് കിടക്കുന്നുണ്ട്. ആ ലീഗിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് വന്നു അത് ശമ്പളം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒഫീഷ്യലി സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അത്രയും സീരിയസ് അത് ഈ പ്രീ മാച്ച് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം പെയ്ഡ് ആണോ? ഇല്ല, അതിന് പേയ്മെന്റ് ഇല്ല. മാച്ചിന് ഒഫീഷ്യൽ മാച്ചിന് നമുക്ക് അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. അപ്പം അതിനേക്കാൾ ഉപരി വലിയ പാഷൻ, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട ഒരു കാര്യം. അപ്പം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിനകത്ത് ഭാഗമാകുന്നു. അത് ഇപ്പം സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള മുംബൈ ടീം, കിച്ച സുദീപിൻ്റെ കർണാടക ടീം, അവർക്കൊപ്പം നമുക്ക് കളിക്കാൻ പറ്റുന്നു. വലിയ വേദിയാണത്. അത് അവസരം കിട്ടിയാൽ ഞാൻ ഇപ്പോഴും ഒരു ഫൈനൽ 20 ആണ് നിൽക്കുന്നത്. ഫൈനൽ 15 കാര്യം ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇത്ര സിനിമകൾ ചെയ്യണം എന്നുള്ളതാണോ? സിനിമകൾ മാത്രമല്ല, ഇപ്രാവശ്യം ഒരു ബിഗ് ബോസ് വിന്നേഴ്സിനെ കൂടെ ആഡ് ചെയ്യാം എന്നങ്ങാണ്ട് പ്ലാൻ ഉണ്ട്. ഫിലിം ആക്ടേഴ്സ് ക്രിക്കറ്റ് ലീഗ് അല്ലല്ലോ. ഞാൻ ഈ CCLന്റെ മാച്ച് പ്രാക്ടീസ് പരിപാടികൾ നെറ്റ് പ്രാക്ടീസ് സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ പോലും കണ്ട ഭയങ്കര ഒരു വിഷ്വൽ പരിപാടി ഉണ്ടായിരുന്നു. അത് മലയാളം ബിഗ് ബോസിൽ പോണതിന് മുമ്പ് ഏറ്റവും സജീവമായിട്ട് കണ്ടൊരു സാധനം ചാനൽ ചർച്ചകളിൽ ഏറ്റവും മെയിൻലി ഉണ്ണിമൂന്തൻ സീക്രട്ട് ഏജന്റ് വിഷയത്തിലായിരുന്നു. അപ്പോൾ അതിനെതിരെ സംസാരിച്ച വിഷയം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ വിഷയം പിന്നീട് ഇടക്കാലത്ത് മലയപ്പുറം സംഭവങ്ങളും ഇടക്കുള്ള സിനിമകളൊക്കെ വന്നു. അപ്പോൾ സ്ട്രൈക്കേഴ്സും അതുപോലെ ക്രിയേറ്റേഴ്സും തമ്മിലുള്ള മത്സരമായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് കണ്ട സംഭവം ഇവർ തമ്മിൽ സംസാരിച്ച് അത് സോൾവ് ചെയ്തൊരു സാധനം കണ്ടു ഉണ്ടായിരുന്നു അവിടെ. ഉണ്ണി ഞാനോട് ഞങ്ങൾ രാത്രി ഒരുപാട് സമയം സംസാരിക്കുകയും ചെയ്തു. 1 മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം സംസാരിക്കും. ഉണ്ണി ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. അതെ ക്യാപ്റ്റനും കൂടിയല്ലേ? ക്യാപ്റ്റൻ കൂടിയാണ്. അത് മാത്രമല്ല, ഉണ്ണി ഭയങ്കര ശുദ്ധനാണ്. ഉണ്ണി ഞാനും ഒക്കെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്ന് നമ്മൾ ചില കാര്യങ്ങൾ റിയാക്ട് ചെയ്യും. പിന്നെ അങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ആളൊന്നുമല്ല. ഉണ്ണിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഉണ്ണിക്ക് സായിയോടൊന്നും ഒരു വിരോധവും ഇല്ല. അന്നേരത്തെ ആ വിഷയത്തിൽ ഉണ്ണി സംസാരിച്ചു, വളരെ പോസിറ്റീവായിട്ട് പോയി സായിയുമായിട്ട് സംസാരിച്ചു. അവർ തമ്മിൽ എന്നിട്ട് ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞു, ഇവരിപ്പോൾ ഇതെല്ലാം പറയും, കാറി കയറുമ്പോൾ ഇവൻ ഡയലോഗ് മാറ്റുവേ. സായി തന്നെ പറഞ്ഞു, ഞാൻ കാറിലുള്ള ഒരാൾ വേറെയും അതല്ലാത്ത ഒരാൾ വേറെയും, എനിക്ക് അങ്ങനെ തന്നെ കാണാനാണ് താല്പര്യം. ആളുകൾ അന്യൻ അമ്പി റോൾ വരുന്ന പോലെ. കളി തുറക്കുന്നതിന് പിന്നെ ആരോ ചോദിച്ചു 6 അടിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എറിയുന്ന മുമ്മാർ ആരായാലും എനിക്ക് വിഷയമൊന്നുമില്ല, അടിക്കുമെന്നൊക്കെ പറഞ്ഞു. 2 കളിയിൽ ഞാൻ ഔട്ടാക്കിയത്. അതെയോ? സായിന് 2 കളി ഞാൻ ഔട്ടാക്കി. പുള്ളി അറിഞ്ഞ ഒരു 2 6 ഒരു 4 അടിച്ച്. സായി ഞാനും തമ്മിൽ എന്തോ ഒരു ചാത്തന്റെ കിടപ്പുണ്ട്. പക്ഷെ ഭയങ്കര പാവം കേട്ടോ. നമ്മൾ ഈ കാണുന്ന സായി അല്ല. അവൻ ബേസിക്കലി നല്ല മനുഷ്യനാണ് അവൻ. എനിക്കങ്ങനെ സായിയെ തോന്നിയിട്ടുള്ളത്. മൊബൈലൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചീത്തയൊക്കെ വിളിക്കാൻ തോന്നും. ഇത് ഈ സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കാൻ എപ്പോഴും ഹസ്രംഗനെ കൊണ്ടുവരുന്ന പോലെ സ്ഥിരം ഹസ്രംഗ, സായിയുടെ ഹസ്രംഗായിട്ട് മാറുന്ന പോലെ. സായിയുടെ ഉള്ളിൽ കുറേ നന്മയുണ്ട്. അവൻ അത് വെച്ചിട്ടാണ് ഈ പല വിഷയങ്ങളിൽ പ്രതികരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സായിയുടേതായ ഒരു പേഴ്സണാലിറ്റി അവൻ പുറത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ചിലപ്പോൾ അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യമൊക്കെ തോന്നും. പക്ഷേ പേഴ്സണലി സായി പറഞ്ഞ കാര്യമുണ്ട്. അനുമോൾ വിജയിക്കുകയാണെങ്കിൽ എനിക്കൊരു 6 months കോണ്ടന്റ് അതിന് കിട്ടും എന്നുള്ളതാണ്. അനുമോൾ ജയിക്കുകയാണെങ്കിൽ സീസൺ 6 ജയിച്ചതൊരു പൊട്ടനാണെന്നുണ്ടെങ്കിൽ സീസൺ 7 ഒരു പൊട്ടത്തിയാന്ന് ഞാൻ പറയും എന്നൊരു സാധനം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല അഭിപ്രായങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പം സായി എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടമൊക്കെയാണ്, നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ സായി പറയുന്ന പല അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പില്ല. അത് മെയിനായിട്ട് ഇതൊക്കെ ഒരിക്കലും നമ്മളതൊന്നും പറയാൻ പാടില്ല. കാര്യം ബിഗ് ബോസിൽ പോയിട്ട് 5 ലക്ഷം രൂപ മണി ബോക്സ് എടുത്തുകൊണ്ട് ഓടിയ ആളാണ് സായി. അപ്പോൾ 50 ലക്ഷം കിട്ടിയപ്പോൾ പൊട്ടനാണോ? 5 ലക്ഷം മണി ബോക്സ് എടുത്തുകൊണ്ട് പോയ സായിയെക്കാട്ടി മിടുക്കനായതുകൊണ്ടാണ് 10 ഇരട്ടി എമൗണ്ടും മേടിച്ച അയാൾ. സായി തന്നെ പറയുന്നുണ്ടായില്ല, ആക്ച്വലി എനിക്ക് അതിനേക്കാൾ കൂടുതൽ അവിടെ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പം കിട്ടുകയാണെങ്കിൽ എമൗണ്ട് നാളേക്ക് അത് കൂടി കഴിഞ്ഞാൽ എടുക്കാൻ തയ്യാറായി വേറെ ആളുകൾ നിൽക്കുന്നുണ്ട്. 50 ലക്ഷം ഞാൻ പറഞ്ഞത്. ഈ 5 ലക്ഷം എടുക്കുന്നത് ബുദ്ധിയായിട്ട് സായിക്ക് തോന്നിയെങ്കിൽ 50 ലക്ഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും പൊട്ടനല്ല. അയാൾ അവിടെ കളിച്ച കളിയുണ്ട്. ഇത് ഭയങ്കര നല്ല പരിപാടിയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ ചില ആൾക്കാരുടെ മുന്നിൽ മണ്ടനായി അഭിനയിച്ചാൽ മതി. അതെ, നമുക്കവിടെ ജയിക്കാൻ പറ്റും, നമ്മുടെ കാര്യം നടക്കും. ഇതിപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ പോലും ഈ സീസൺ തുടങ്ങാറാവുമ്പോഴാണ് കഴിഞ്ഞ സീസണിൽ വിന്നർ ഡിസർവിങ് അല്ല എന്നുള്ളൊരു സംവാദങ്ങളും വിവാദങ്ങളും ചർച്ചകളൊക്കെ വരണേ. ഈ സീസൺ കഴിയുന്ന സമയത്ത് തന്നെ അനീഷ് അനുമോൾ ഒരു പോരാട്ടം വിജയത്തിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്ത് തോന്നുന്നു അടുത്തൊരു സീസൺ 8 വരുമ്പോൾ എന്തൊരു മാറ്റവും ക്രൂ നടത്താൻ പോകുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഒരു സാധ്യത? ക്രൂ പരമാവധി പുതിയ ഓഡിയൻസിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷെ മത്സരാർത്ഥികളെ ഒരിക്കലും നമുക്ക് പ്രീ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പലരും പുറത്ത് കിടന്ന് ഭയങ്കര തലകുത്തി പറഞ്ഞ പല കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിലും ഇവർ വലിയ ഹീറോയാണെന്ന് തോന്നുന്ന ഒരു തോന്നൽ വരും. ചെയ്യുന്ന ഓരോ ആക്റ്റും പുറത്ത് എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു ഇവർ ചിന്തിച്ചു തുടങ്ങും. നേരെ വിരുദ്ധമായിട്ടായിരിക്കും ഈ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി സാബുമോൻ ഒട്ട് കിട്ടി മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അകത്ത് കയറി മിണ്ടാതിരുന്നാൽ അവനെ ചിലപ്പോൾ ഫസ്റ്റ് വീക്കിലെടുത്ത് എവിക്റ്റ് ചെയ്ത് പുറത്ത് കളയും.
നിവിൻ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കൊടുത്തു. അതുകൊണ്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ തലയിൽ വെള്ളം കോരി ഒഴിച്ച് ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നല്ല രസമുള്ള പരിപാടിയായിരിക്കും, നല്ല കണ്ടൻറ്റ് കിട്ടും, എൻ്റർടൈൻമെൻറ്റാന്ന് പറഞ്ഞാൽ ചിലപ്പം പുറത്ത് കേസിൽപ്പെട്ടാകെ കിടക്കേണ്ടി വരും. അപ്പോൾ ഇതൊരിക്കലും ജഡ്ജ് ചെയ്ത് പോയി ജയിച്ചു വരാൻ പറ്റുന്നൊരു മുൻവിധിയോട് കൂടിയിട്ടുള്ള പരിപാടി നടക്കത്തില്ല. അതൊരു ഭാഗ്യമാണെന്ന് പറയും. അനുമോള് വിജയിക്കുമെന്ന് എനിക്കൊരു 70ാമത്തെ ദിവസം തന്നെ തോന്നി തുടങ്ങി. ഒരു ഇൻറ്റ്യൂഷൻ പോലെ തോന്നി തുടങ്ങി. മേ ബി അത് ആ ഇൻറ്റ്യൂഷനാണ് അനുമോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനും അനുമോൾ തന്നെ ജയിക്കട്ടെ എന്നുള്ള രീതിയിൽ കണ്ടന്റുകൾ പങ്കുവെക്കാനും എന്നെ പ്രേരിപ്പിച്ച ഘടകം. എൻ്റെ മനസ്സിൽ ഒരു ഇൻറ്റ്യൂഷൻ പോലെ പറഞ്ഞു തുടങ്ങി അനുമോൾ ജയിക്കുമെന്ന്. എനിക്ക് എന്താണോ ബിഗ് ബോസിൽ ഞാനിരുന്നപ്പോൾ എനിക്ക് എന്നെ പറ്റി തോന്നിയത്, അത് ട്രോഫി ഭയങ്കര സമാനതയാട്ടോ. അതെ ഉണ്ട്. അത് വന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അതാ, ഒരു ഭയങ്കരമായിട്ട് വണ്ണും ഏറെക്കുറെ ഒരു ടച്ച് ഉണ്ട് ഈ ഒരു കപ്പ് ട്രോഫിയോട് ഇതായിട്ടുണ്ടായിരുന്നു. സീസൺ 7 വിന്നറെ ഒറ്റ വരിയിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ എന്ത് പറയും? സീസൺ 7 വിന്നറെ അനുമോളെ ഒറ്റ വരിയിൽ വിശേഷിപ്പിക്കുകയാണെങ്കിൽ എന്ത് പറയും? മിടുക്കി. കരഞ്ഞാലും ലക്ഷ്യസ്ഥാനത്തെത്തി, കള്ളത്തരം കാണിച്ചാലും ഡ്രാമ നടത്തിയാലും അൾട്ടിമേറ്റ്ലി ഒറ്റ വരിയേ ഉള്ളൂ, മിടുക്കി. കാരണം ശമ്പളവും ബിഗ് ബോസിന്റെ വിന്നിങ് എമൗണ്ടും കാറും ഒക്കെ കഴിയുമ്പോൾ ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഫണ്ടായി കയ്യിലിരിക്കും. ഇറങ്ങി കഴിഞ്ഞുള്ള ഉദ്ഘാടനങ്ങൾ വേറെ അല്ലേ? അത് വേറെ. ഇവന് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു, എമൗണ്ട് തോന്നാൻ. അപ്പം എന്തായാലും ഇനി പുതിയ രൂപത്തിൽ ഭാവത്തിൽ ചാനലിലെ ഇതുവരെ അതിഥിയായിട്ടിരുന്നു. പിന്നെ അവതാരകൻ്റെ റോളും കൂടിയിട്ടാണ്. എല്ലാവിധ ഭാവങ്ങളും അത്തരം ഇതിൽ ഇനി അവിടെ അവതാരകനാകുമ്പോൾ എനിക്ക് അതിഥിയായിട്ട് വന്നിരിക്കാൻ പറ്റട്ടെ. ഇടയിലൂടെ ചിലപ്പം ഫിലിം അനൗൺസ് ചെയ്യേണ്ടി വന്നാൽ മറ്റേത് വീണ്ടും ഞാൻ മാറ്റി ചെയ്യും. അതായി കുഴപ്പം. ശരി. ഓക്കെ. ഇപ്പം സിനിമ ഡയറക്ഷൻ ചെയ്യണം, അടുത്ത വർഷം പടം ഡയറക്ഷൻ ചെയ്യാന്നുള്ള സീരിയസ് തോട്ടിലാണ് നടക്കുന്നത്. എൻ്റെ എഴുത്ത് ഏകദേശമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ. പ്രൊഡക്ഷനൊക്കെ നേരത്തെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അത് ആർട്ടിസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റോടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഓണാക്കും. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ വേറൊരു വലിയ വാല്യൂ ഉള്ളൊരു ഡയറക്ടറോട് ഞാൻ എൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്ററിൻ്റെ റോളിൽ. റൈറ്റർ. അപ്പം അത് ആ ഡയറക്ടർ വിചാരിച്ച വലിയ രീതിയിൽ കാര്യം 50 കോടിക്ക് മുകളിലൊക്കെയുള്ള കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരനൊരു താല്പര്യമുണ്ട് ആ സബ്ജക്റ്റ്. ഭയങ്കര രസമായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ഡയറക്ഷൻ ചെയ്യണമെന്നൊക്കെ വെച്ചിരുന്നൊരു സാധനമാണ്. എന്നെക്കാട്ടി നന്നായിട്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും വന്നു കഴിഞ്ഞാൽ വീണ്ടും പോവും. ഇനി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവരുടെയൊക്കെ കൂടെ പോകേണ്ടി വരികയും കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കേണ്ടി മറ്റേ ഒരു ദിവസം കൊട്ടാരക്കോട്ട പോകുന്ന സമയത്ത് സ്ഥാനാർത്ഥി അഖിൽമാരാറിനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ചുവരിൽ പോസ്റ്റർ കാണില്ലല്ലോ. അല്ല, എനിക്ക് മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് മാറി. ഒറ്റ ചോദ്യം അതിൽ ചോദിക്കാതെ വയ്യ. അങ്ങനെ സ്ഥാനാർത്ഥി ആവുകയാണെന്നുണ്ടെങ്കിൽ അഖിൽമാരാർ ഏത് ചിഹ്നം തിരഞ്ഞെടുക്കും? അല്ല, എനിക്ക് മത്സരിക്കുമ്പോൾ എനിക്കിപ്പോഴും കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ കൈപ്പറ്റി അല്ലാതെ ഒരു ചിഹ്നം ഇപ്പോൾ ചിലപ്പോൾ ആ സ്ഥാനം സ്വതന്ത്രമായിട്ടൊക്കെ ആണെങ്കിൽ, അല്ല മനസ്സിലുള്ള ഒരു ചിഹ്നം വരികയാണെങ്കിൽ എന്തായിരിക്കും പോലും? അതായത് ഇപ്പോൾ ഒരു പാർട്ടിയുടെ പോലും കാൻഡിഡേറ്റ് ആകണമെന്ന് പണ്ടത്തെ 10-1 ചിന്ത പോലും എനിക്കിപ്പോൾ ഇല്ല. അതിന് കാരണങ്ങൾ പലതാണ് കേട്ടോ. അല്ല, ഇപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, അടുത്തൊരു സാധനം സ്റ്റെപ്പ് വെക്കുമ്പോൾ അത് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതൊരു ചിഹ്നമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ചിഹ്നം അഖിൽമാരാറിൻ്റെ ഇതിൽ ലൈഫിൽ എന്തായിരിക്കും ഇതുവരെയുള്ള ജീവിതത്തിൽ? ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ ഏറ്റവും കണക്ട് ചെയ്യുന്നൊരു കാര്യം ഇതാണെങ്കിൽ, അതൊരു ചിഹ്നമായി മാറുമെങ്കിൽ അതേതായിരിക്കും? അല്ല, അതിപ്പം അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പണ്ട് ഞാൻ സ്വന്തമായിട്ട് മത്സരിച്ചപ്പോൾ എൻ്റെ ചിഹ്നം കുടയായിരുന്നു. മഴയത്തും വെയിലത്തും ഒക്കെ തന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് താങ്ങായി തണലായി നിൽക്കും. തണലായിട്ട് ഇങ്ങനെ നിർത്തുന്നൊരു സാധനത്തിലെ ടാർപ്പായത് ഇത് മേലെ കെട്ടാന്ന് പറഞ്ഞ പോലെ. പിന്നെ മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിഹ്നം നമുക്ക് കിട്ടണമെന്നില്ല. ഡിമാൻഡ് ഒന്നും ചെയ്യാനൊന്നും. വേറൊരു സ്വന്തം സ്ഥാനാർത്ഥി അത് പറഞ്ഞാൽ ചിലപ്പോൾ ലോട്ടിലായൊക്കെ പോകും. കൈപ്പത്തി ചിഹ്നം തരാം അഖിലിന്. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കൊട്ടാരക്കര വരുന്ന മണ്ഡലം ഏതാ വരുന്നത്? കൊട്ടാരക്കര തന്നെയല്ല മണ്ഡലം. അപ്പോൾ കൊട്ടാരക്കരയിൽ നിൽക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ യെസ് പറയോ? കണ്ണുപൂട്ടി. ഞാനിനി ഇതിന് മറുപടി പറഞ്ഞോണ്ടല്ലോ, ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പല ആൾക്കാർ കളി തുടങ്ങൂല്ലേ? അവരൊക്കെ പല ആൾക്കാരും നമ്മളോട് ഇഷ്ടമുള്ളവരാണ്. അവരെന്ത് ചെയ്യും? നാളെ തൊട്ട് അവർ എനിക്കെതിരെ പണി തുടങ്ങും. എല്ലാ കഥകളും ആരോപണങ്ങളുമായിട്ട് അവിടെ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് 140 നിയോജക മണ്ഡലങ്ങളും UDF നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി അടുത്ത തവണ അധികാരത്തിൽ വരട്ടെ. എനിക്ക് അടുത്ത തവണ അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആര് മുഖ്യനാവണമെന്നാണ് ആഗ്രഹം? കോൺഗ്രസ്. അത് രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആകത്തുള്ളൂ. ആകണം എന്നുള്ള ആഗ്രഹത്തെക്കാട്ടിയും ഉപരി സീനിയർ നേതാവാണ്, മിനിസ്റ്റർ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്, 27ാമത്തെ വയസ്സ് മന്ത്രിയായിട്ടുള്ള ഒരാളാണ്, KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നു, കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, മറ്റേ KSU NSUവിന്റെ ദേശീയ പ്രസിഡന്റ്. അതിനേക്കാൾ ഉപരി ഒരു ആരോപണം പോലും നാളിതുവരെ ഒരു മേഖലയിലും കേൾപ്പിച്ചിട്ടില്ലാത്ത, ഉള്ളിൽ വലിയ നന്മയുള്ള
രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ തന്നെ മുഖ്യമന്ത്രി ആകുന്നതാണ് നാടിന് ഏറ്റവും നല്ലത്. വി ഡി സതീശൻ ഞാൻ ഒരിക്കലും മോശമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ സമയമുണ്ട്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല മാറി അടുത്തൊരു ടൈം ഒരു തുടർഭരണം UDF കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വി ഡിയെ പോലെ ഒരാൾ തന്നെ വരട്ടെ. പക്ഷേ ഈ ഒരു ടൈമിൽ 100%, കാരണം രമേശ് ചെന്നിത്തല ഭയങ്കര പ്യൂർ സോളാണ്. സോളാറൊക്കെ വന്നിട്ട് എന്തെല്ലാം ആരോപണങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ വന്നു. അന്നൊന്നും ഒരു ആരോപണം പോലും നമ്മളെപ്പോഴും കള്ളത്തരം കാണിക്കാൻ പറ്റുന്നത് അധികാരമുള്ളപ്പോഴല്ലേ. കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിലുള്ള സമയത്ത് പുള്ളി KPCയുടെ പ്രസിഡന്റാണ്. പുള്ളിയുടെ അണ്ടറിൽ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരായിട്ടിരുന്ന 5 പേർ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, മമതാ ബാനർജി ഉൾപ്പെടെ. അപ്പം പല സംസ്ഥാനത്തും അഴിമതി കാണിക്കാം, കേരളത്തിൽ അഴിമതി കാണിക്കാം. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ രാജീവ് ഗാന്ധിയുടെയൊക്കെ വലിയ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ഇദ്ദേഹം. NSUവിൻ്റെ ദേശീയ പ്രസിഡന്റാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് സെക്രട്ടറി ഒരു അധികാരം കിട്ടിയ കള്ളത്തരം കാണിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ഈസിയായിട്ട് മാച്ച് കളയാൻ പറ്റുന്നു അല്ലേ, നിൽക്കാൻ പറ്റുന്ന ഒരു സമയം. നാളിതുവരെയും ഒരു ആരോപണത്തിന് പോലും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അത്രയും ക്വാളിറ്റിയോടുകൂടി തൻ്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചു എന്നുള്ളതല്ലേ അർത്ഥം. ഭയങ്കര വലിയ പ്രാസംഗികനൊന്നുമല്ല, സംസാരത്തിൽ വെള്ളി വീഴും, ഇച്ചിരി അബദ്ധമൊക്കെ പറ്റും. അതിൽ നമ്മൾ അദ്ദേഹത്തെ അങ്ങനെ പരിഹസിക്കാനൊന്നും പാടില്ല. മറിച്ച് ഇടതുപക്ഷമാണ് തുടർഭരണം വരുന്നതെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരാൾ വരണമെങ്കിൽ അതാരായിരിക്കണം? അങ്ങനെ ഒരാൾ വന്നാൽ പിണറായി വിജയൻ അയാളെ മുട്ടുകാലി പിടിക്കും. പിണറായി വിജയൻ തന്നെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അതായത് ഒരു അപ്പുറത്തെ കശാഷിന്റെ അപ്പുറത്തൊരാൾ. ഈ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരുടെയും ആഗ്രഹം മുഖ്യമന്ത്രി ആവണമെന്നുള്ളത് അൾട്ടിമേറ്റ് സ്വപ്നം അതാണ്. ഇപ്പോൾ ഗോവിന്ദ മാസ്റ്ററൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഗോവിന്ദ മാസ്റ്റർക്കൊന്നും പാർട്ടിയെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സംവിധാനം പൊളിയും, പാർട്ടിക്കുള്ളിൽ ഭിന്നതകൾ വരാം. അങ്ങനെ വരുമ്പോൾ പിണറായിയെ പോലെ ഒരു അധികായൻ, ഭയങ്കര കരുത്തനായിട്ട് നിലവിൽ തുടരുന്ന ഒരാൾ തന്നെ കൊണ്ടുപോകുന്നതാണ് ആ പാർട്ടിക്ക് നല്ലത്, നാടിനും നല്ലത്. കാര്യം ഭിന്നതകളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടെയും പ്രശ്നം നമുക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും. അധികാരം ഇപ്പം BJPയിൽ പ്രശ്നങ്ങളില്ലാത്തത് മോദിയും അമിത്ഷായൊക്കെ അത്ര സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് കൂടിയാണ്. RSSൻ്റെ ഒരു സിസ്റ്റം. ഈ സർക്കാർ പിണറായി വിജയൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് സർക്കാർ അതിനുള്ളിൽ പ്രശ്നമില്ലാത്തത്. അതിനുള്ളിൽ പ്രശ്നം വരുമ്പം അതാത് വകുപ്പുകളിലൂടെ ഈ പ്രശ്നം നമ്മളെയും ബാധിക്കും. അപ്പം എന്തായാലും കൊട്ടാരക്കര വഴി പോകുമ്പോൾ മാസങ്ങൾക്കപ്പുറം ചോരിലെ അല്ലേ സ്ഥാനാർത്ഥി ഫോട്ടോ കാണട്ടെ. അപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും ചാനൽ രൂപത്തിലും കാണട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.